ക്രേസി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിസന്ധികൾ ഉണ്ടാവാത്ത മനുഷ്യരുണ്ടാവില്ല അല്ലേ? അതായത് നമ്മുടെ പ്രകൃതിക്ക് പോലും പല തരത്തിലുള്ള മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കാറില്ലേ? അതായത് വേനൽക്കാലം വരും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ശൈത്യം, പിന്നെ മഴക്കാലം, വീണ്ടും വസന്തകാലം വരും. ഇതേപോലെ തന്നെയല്ലേ നമ്മൾ മനുഷ്യർക്കും ഓരോ കാലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഓരോ വികാരങ്ങളും അതനുസരിച്ച് അല്ലേ? ചിലപ്പോൾ നമുക്ക് സ്നേഹമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സന്തോഷം, ദുഃഖം, അതുപോലെ തന്നെ ദേഷ്യം, വെറുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വികാരങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നതിലല്ല പ്രശ്നം. പക്ഷേ മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വാഭാവികമാണ്. മാറ്റം ഉണ്ടാവണം. ഈ മാറ്റം ഉണ്ടാവാതെ ഏതെങ്കിലും ഒരു വികാരത്തിൽ തന്നെ നിങ്ങൾ സ്ഥായിയായി നിൽക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും ആരോടെങ്കിലും ദേഷ്യം, വെറുപ്പ്, പക തുടങ്ങിയ വികാരങ്ങൾ മനസ്സിൽ നിന്ന് പോകാതെ ആ മനസ്സിൽ തന്നെ നിങ്ങളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. പതിയെ പതിയെ അതില്ലാതെയാക്കുന്നത് മറ്റാരെയുമല്ല, നിങ്ങളെ തന്നെയാണ് എന്നൊരു സത്യം അതിലൂടെ തിരിച്ചറിയണം. അതായത് പ്രകൃതിക്ക് പോലും ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുകയും ഇതൊന്നും സ്ഥിരമായി നിൽക്കുന്നില്ല, മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമി പോലും കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? രാത്രിയാകുന്നു, പകലാകുന്നു. ഏതെങ്കിലും ഒരു നിമിഷം ഈ ഭൂമി നിശ്ചലമായിട്ടുള്ളൊരവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കുറച്ച് നേരം അതിൻ്റെ ഒരു കറക്കം അത് നിർത്തി കഴിഞ്ഞാലത്തെ അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായതിനാൽ തന്നെ ഉണ്ടല്ലോ, നമ്മളിലും ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വിഷമഘട്ടത്തിലാണ് എങ്കിൽ നമ്മളവിടെ ചിന്തിക്കേണ്ടത് ഈ കാലവും മാറുന്നേ, ഇതൊന്നും ശാശ്വതമല്ലല്ലോ, ഒന്നും സ്ഥിരമായി നിൽക്കുന്നതല്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു കാലവും വരും. അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി, വിഷമം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിനവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുത്ത് പോകേണ്ടതില്ല. ജസ്റ്റ് ഒരു കോമയിട്ട് നമുക്ക് ജീവിതം മുമ്പോട്ട് തുടരാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട്. എന്താണെന്നറിയോ? ക്ഷമ. അതെ, അതായത് നമുക്ക് പറയാൻ ഇത്രയേറെ എളുപ്പവും എന്നാൽ പ്രാവർത്തികമാക്കാനായിട്ട് അല്ലെങ്കിൽ പാലിക്കാനായിട്ട് ഇതുപോലെ പ്രയാസവുമുള്ള ഒരു കാര്യം മറ്റൊന്നില്ല അല്ലേ? നമ്മളെ വിഷമിപ്പിച്ചവരോട്, നമ്മളെ വേദനിപ്പിച്ചവരോടൊക്കെ ക്ഷമിക്കുന്നേ, ക്ഷമിച്ചു വിട്, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ഒന്ന് ക്ഷമിച്ചൂടെ എന്നൊക്കെ ചോദിക്കാനും പറയാനും എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ നമുക്കത് പാലിക്കുക അല്ലെങ്കിൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറെ ശ്രമകരവുമാണ്. ഏതാ ക്ഷമിക്കുക എന്ന് പറയുന്നത്? ഞാനും ഉണ്ടല്ലോ നേരത്തെ നല്ല ദേഷ്യമുള്ള ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ജോലി പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീച്ചറായിരുന്നു. അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലാസ് റൂമുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കുട്ടികൾ വരാൻ വേറൊന്നുമല്ല, അവർ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് അത്യാവശ്യം അവരെ ദേഷ്യപ്പെടുകയും അവരൊരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അതിനൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു ടീച്ചർ തന്നെയായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ ദൈവം സഹായിച്ച് ഇന്ന് വരെ ഒരു കുട്ടികളോടൊന്ന് മാത്രമല്ല കേട്ടോ, എന്താണെന്നറിയില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരാളോട് ഒരു വെറുപ്പ്, പക ഇന്ന് വരെ എൻ്റെ മനസ്സിൽ, അതെനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, ഒരാളോടും എനിക്കത് തോന്നിയിട്ടില്ല ഇതുവരെ കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ദേഷ്യം മാറി മാറി വന്നിട്ടുണ്ട്, പക്ഷേ അത് പെട്ടെന്ന് തന്നെ മാറാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ് റൂമുകളിലൊക്കെ കുട്ടികളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും പുറത്തിറങ്ങി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അവരെ നേരമൊക്കെ ചിരിക്കും. അവരും തിരിച്ചതുപോലെ തന്നെ കേട്ടോ, അവരോട് എന്തുണ്ട് വിശേഷം പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അവരോട് പെരുമാറുകയും ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അവരിൽ നിന്നൊരു റെസ്പെക്റ്റ്, സ്നേഹം ദൈവം സഹായിച്ച് എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. പിന്നെ ഈ ഒരു ദേഷ്യമൊക്കെ ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം ശീലിക്കണമെന്ന് എന്ന് തുടങ്ങി എനിക്ക് തോന്നിയെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ പലതരത്തിൽ, അതായത് നമുക്ക് തന്നെ അറിയാം ദേഷ്യപ്പെടുമ്പോൾ നമ്മൾക്ക് അല്ലെങ്കിൽ കുറേ സ്ട്രെസ്സായിട്ടിരിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ അറിയാം. അങ്ങനെ ഇരിക്കെ എനിക്ക് തൈറോയിഡിൻ്റെ ഒരു പ്രോബ്ലം വന്നു. അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ മെഡിസിൻ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇതുപോലുള്ള നമ്മൾ ഇടയ്ക്കൊരു ഡിപ്രസ്ഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ പോലെയൊക്കെ നമുക്ക് തോന്നും.
അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയുന്ന വീഡിയോസ് ആയിരുന്നു കേട്ടോ ഞാൻ അതിനകത്ത് കൂടുതലായിട്ടും നോക്കിയിരുന്നത്. കുറേ പേരുണ്ടല്ലോ എൻ്റെ ഡോക്ടേഴ്സ് തന്നെ യൂട്യൂബ് ചാനലിൽ പറയുന്നവർ. അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ, അതായത് ദേഷ്യം, പക, വെറുപ്പ് എല്ലാത്തിനെയും നമ്മൾ നെഗറ്റീവായിട്ട് ഒരു വികാരം വന്നു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളും പല അസുഖങ്ങൾക്കും അത് വഴി തെളിക്കുന്നുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയാണ് എനിക്കിത് മാറ്റണമെന്ന ഒരു ചിന്താഗതി വന്നത്. അതായത് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊരാളോട് തീർത്താൽ തീരാത്ത ഒരു വെറുപ്പ്, പകയുണ്ടെന്നിരിക്കട്ടെ നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഇതാരെയാണ് യഥാർത്ഥത്തിൽ അഫക്റ്റ് ചെയ്യുക? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അല്ല. ഇപ്പം എനിക്ക് ഒരാളോട് തീർത്താൽ തീരാത്ത വെറുപ്പും പകയുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഞാൻ ഡെയിലി വിളിച്ചതേ എനിക്ക് നിങ്ങളുടെ അടുത്ത് നല്ല വെറുപ്പുണ്ട്, പകയുണ്ട്, നിങ്ങളെ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ഡെയിലി മെസ്സേജ് അയക്കും, വിളിക്കുകയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. നമ്മളത് നമ്മുടെ മനസ്സിലല്ലേ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ ഇതൊന്നും അറിയുന്നില്ല. അവർ രാവിലെ ആകുന്നു, അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു, ജീവിക്കുന്നു, പോകുന്നു, അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു എപ്പോഴും. അപ്പം നമ്മൾ ഓരോ ദിവസം പ്രതി നമ്മൾ അവരെ ഫോളോ ചെയ്യാൻ നോക്കുകയാണ്. അതായത് നമുക്ക് ആരോടാണോ ഒരു വെറുപ്പ്, പകയുള്ള അവരുടെ ലൈഫ് എങ്ങനെ പോകണു എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ അവർ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, അവർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ഇത് കാണുമ്പോഴേക്കും വീണ്ടും ഫ്രസ്ട്രേറ്റഡ് ആകും അല്ലേ നമ്മൾ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ എന്താ സംഭവിക്കുക? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇതൊന്നും അഫക്റ്റ് ചെയ്യില്ല, നമ്മളെ തന്നെ ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതിൽ ഇപ്പോൾ ഒരു ഡോക്ടർ പറയുന്ന രീതിയിലൊന്നും എനിക്ക് പറയാനായിട്ട് അറിയില്ല കേട്ടോ. പക്ഷെ എന്നാലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരാളോടൊരു വെറുപ്പ്, പക വരുമ്പോൾ ഇതൊരു ഫീലിംഗ് ആയിട്ട്, ഒരു ചിന്താഗതി നമ്മളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമ്മുടെ തലച്ചോറിൽ, ബ്രെയിനിലേക്കാണല്ലോ ആദ്യം ആ വികാരം എത്തിച്ചേരുന്നത്. ഉടനെ തന്നെ അവിടെ നിന്ന് പിറ്റ്യൂട്ടറി, ഉടനെ ഹൈപ്പോതലാമസിൻ്റെ അടുത്തേക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. അതിനനുസരിച്ചിട്ടുള്ള ഹോർമോൺ നമ്മുടെ ശരീരത്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. അതായത് ഏറ്റവും വില്ലനാണിവൻ, സ്ട്രെസ് ഹോർമോൺ എന്നാണ് കേട്ടോ ഇതിനെ വിളിക്കുന്നത്, കോർട്ടിസോളിനെ. ഈ കോർട്ടിസോളിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോഴേക്കും, ഇത് കൂടാനിടയാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് ഫീലിങ്സ് വരുമ്പോഴാണ്. നമുക്കൊരാളോട് ദേഷ്യം, നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ, നമ്മളിൽ വെറുപ്പ്, പക ഇതൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, അങ്ങനെ ഒരാളെക്കുറിച്ച് നമ്മൾ പകയോടും വെറുപ്പോടും കൂടി മനസ്സിൽ സൂക്ഷിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അതിൽ ദേഷ്യം, സങ്കടം, ദേഷ്യം, വെറുപ്പ്, പക മാത്രമല്ല, സങ്കടങ്ങൾ, വിഷമങ്ങൾ, ടെൻഷൻ, ഇതിലെല്ലാം ചേർത്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണ് ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് ബോഡിയിൽ കൂടി കഴിയുമ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളില്ലേ, അതായത് നോർമലി നല്ലൊരു ഹെൽത്തി ലൈഫ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് പോലും പെട്ടെന്ന് അവരുടെ BP-യിൽ വേരിയേഷൻ ഉണ്ടാകാൻ തുടങ്ങും, ഷുഗർ, കൊളസ്ട്രോളിൻ്റെ ലെവൽ മാറി തുടങ്ങും. അതുപോലെ തന്നെ ഈവൻ അത് ക്യാൻസറിൽ വരെ എത്തിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതായത് ക്യാൻസർ പേഷ്യൻസിനെ എടുത്ത് പഠനം നടത്തി, റിസർച്ച് നടത്തി കഴിഞ്ഞപ്പോൾ അതിൽ ഒരു 85% ആളുകൾക്ക് അവരുടെ പാസ്റ്റ് ഉണ്ടായിരുന്ന 2 വർഷം ഭയങ്കരമായ സ്ട്രെസ് അവർക്ക് ഫീൽ ചെയ്യപ്പെട്ടിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതൊക്കെ കൂടി നമ്മൾ കേൾക്കുമ്പോഴേക്കും എന്തിനാണ്, അല്ലാതെ വരുന്ന കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, പക്ഷെ നമ്മളാൽ വരുത്തി വെക്കപ്പെടുന്ന കുറേ അസുഖങ്ങൾ ഇതുപോലെയുണ്ട്, നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയുന്ന മെഡിസിൻ എടുക്കുന്നതിനേക്കാൾ നമുക്കത് വരാതെ നോക്കുന്നതല്ലേ നല്ലത് എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന കോർട്ടിസോളിൻ്റെ അളവ് എങ്ങനെ കുറയ്ക്കാം, അത് കുറയ്ക്കാനായിട്ടും 5 പൈസ മുടക്കില്ലാത്ത ഭയങ്കര രസകരമായ കാര്യമാണ് അതിനകത്തുള്ളത്. എന്താണെന്നറിയോ? ഒരു 4 ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഇതിന് ബദലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാൽ മതി. ഹാപ്പി ഹോർമോൺസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്നതിനെ നമുക്ക് ഡോസ് എന്ന പേരിൽ വിളിക്കാം. അതായത് ഡോപാമിൻ, ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ, ഈ 4 ഹോർമോണുകൾ. ഈ 4 ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. പ്രത്യേകിച്ച് നമുക്ക് പൈസ മുടക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡെയിലി ലൈഫിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 5 കാര്യങ്ങൾ. ഇതൊന്ന് ശീലമാക്കി നോക്കൂ.
ഒരുപാട് മാറ്റങ്ങൾ വരും. ഞാൻ പറഞ്ഞില്ല, ഞാൻ വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ട് എന്നിൽ അതൊരു റിസൾട്ട് കിട്ടി മാറ്റം ഉണ്ടെങ്കിലല്ലേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അതിനകത്ത് എൻ്റെ അടുത്ത് ചോദിച്ചാലും എനിക്ക് കൃത്യമായൊരു ക്ലാരിഫിക്കേഷൻ നൽകണമെങ്കിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളതാണെങ്കിൽ എനിക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ യോഗ പഠിച്ചിരുന്നത് കേട്ടോ. കോവിഡിൻ്റെ ടൈമിലായിരുന്നു ഞാൻ യോഗ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പഠിച്ച് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ വന്നത്. ഓക്കെ, അപ്പോൾ അതിനും ശേഷമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ ജോയിൻ ചെയ്തത്. ഇതൊന്നും അറിഞ്ഞിട്ടായിരുന്നില്ല എങ്കിൽ പോലും ഈ പറയുന്ന അതിന് ഇടയ്ക്ക് നമ്മുടെ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പിന്നെ എന്താ വീഡിയോസ് തന്നെ ഇരുന്ന് കാണുക, ഇതല്ലേ ഉള്ളൂ. വേറെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്ന് ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് കിട്ടുന്ന ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് യൂട്യൂബിൽ ഇങ്ങനെ കാണുമ്പോഴാണ് ഇതുപോലെ ഡോക്ടേഴ്സ് പറയുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. എല്ലാ ദിവസവും രാവിലെ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള, ശരീരത്തിനും മനസ്സിനും ഒരു എക്സസൈസ് കൊടുക്കുക. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഒരു 10-15 മിനിറ്റ് ആണെങ്കിലും മതിയെന്നേ. നടത്തമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഒരുപാട് ദൂര സ്ഥലങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് അങ്ങനെ വരാനായിട്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ലേഡീസാണ്, ആരും വരാനായിട്ട് ഹസ്ബൻഡോ ബ്രദേഴ്സോ ആരും കൂടെ ഇല്ല, നമുക്ക് നടന്നു പോകാനായിട്ട് പേടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൂടെ നമുക്ക് നടക്കാം. ഇല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബാൽക്കണിയിലോ ടെറസിലോ നമുക്ക് നടക്കാം. ഞാൻ അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കെന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 10 മിനിറ്റ് സമയം നടക്കുമ്പോഴാണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡും പറയാറുള്ളത്. അത് ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. അതൊക്കെ പോട്ടെ, ഇപ്പം നടത്തം. അതുപോലെ തന്നെ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് കേട്ടോ. മെഡിറ്റേഷൻ, യോഗ, ഇതുപോലുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹാപ്പി ഹോർമോൺസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറയട്ടെ. പലരും പറയാറുണ്ട് ശരീരത്തിന് ഒരു എന്താ പറയുക, ഒരു ഇത് വന്നാൽ പോരെ. അതിപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ എന്തോരം ജോലികൾ ചെയ്യുന്നു, രാവിലെ തുടങ്ങി രാത്രി വരെ തീരാത്ത ജോലികളാണുള്ളത്. അപ്പോൾ എനിക്കിനി പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് അങ്ങനെ പറയുന്നവരുണ്ട് എങ്കിൽ അതിൽ നിന്നും ഈ ഹാപ്പി ഹോർമോൺസ് എല്ലാം കിട്ടിയെന്ന് വരില്ല. കാരണം നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഇത് വേറെ ആരും എന്നെ സഹായിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തു പോകുന്നതാണ്, തീരുന്നില്ലല്ലോ, എത്രയായാലും തീരുന്നില്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ഈ പറയുന്ന ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ്, അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരെ പ്രശംസിക്കുക. നിങ്ങളുണ്ടല്ലോ ദിവസത്തിൽ ഒരു തവണയെങ്കിലും 24 മണിക്കൂറിൽ ഒരു തവണയെങ്കിലും ഒരാളെ നിങ്ങൾക്കൊന്ന് പ്രശംസിക്കാനോ ബ്ലെസ് ചെയ്യാനോ സാധിച്ചിട്ടുണ്ട് എങ്കിലും, വെറുതെ നടന്നു പോണ വഴിക്ക് ഒരാളെ നമുക്ക് പ്രശംസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മനസ്സ് അതിൻ്റെ പോസിറ്റീവായ രീതിയിൽ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ എന്തെങ്കിലും ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തുട്ട് നാണയം താഴ്ചാടിപ്പോയാൽ അതെടുത്ത് തരുന്ന ഒരാൾ പോലും, അത് എടുത്തു തരേണ്ട ആവശ്യം അയാൾക്കില്ല. അതെടുത്തു തരുന്ന ഒരാളെ പോലും നമുക്ക് താങ്ക് യു പറഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പ്രശംസിക്കാവുന്ന കാര്യമുള്ളൂ. ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു സഹായം ഒരു ദിവസം ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലുള്ളവരായിക്കോട്ടെ, അതുപോലെ തന്നെ ഇപ്പോൾ ഹസ്ബൻഡ് നിങ്ങൾ ഭർത്താക്കന്മാർക്കാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഭാര്യമാരുണ്ടാക്കി തരുന്ന എന്ത് ഭക്ഷണമാണെങ്കിലും അത് കഴിച്ചിട്ട് ഒരു അപ്രീസിയേഷൻ അവർക്ക് കൊടുത്താൽ അതിൽ നിന്നൊക്കെ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് കിട്ടുന്നയാൾക്ക് മാത്രമല്ല കേട്ടോ, കൊടുക്കുമ്പോഴും മനസ്സറിഞ്ഞ് നമ്മൾ മറ്റൊരാളെ പ്രശംസിക്കുമ്പോഴും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മൂന്നാമതായിട്ടുള്ള കാര്യമാണ്, കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് പുഞ്ചിരിക്കുക. അതായത് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് മാത്രമല്ല, നമുക്ക് ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ എന്ന് കരുതിക്കൊണ്ട് നമ്മളത് പുറമേ ഭയങ്കര വിഷാദമായിട്ട് അല്ലെങ്കിൽ മുഖം ഏറ്റിപ്പിടിച്ചൊന്നും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിരിക്കുക. 24 hours നമുക്ക് പുഞ്ചിരിച്ചൊരു മുഖത്തോട് കൂടിയിരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കാണുന്നവർക്ക് തന്നെ, അവർക്കൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അവർക്ക് പോലും അതിൽ നിന്നൊരു റിലീഫ് കിട്ടുന്ന ഒരു കാര്യമാണ് ഒരാളുടെ ചിരിക്കുന്ന മുഖം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ പൊട്ടിച്ചിരിക്കുക എന്നുള്ളതൊന്നുമല്ല, ചിരി എന്താണ് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, ഒരു തെറാപ്പിയാണ്. എന്നാൽ പോലും പുഞ്ചിരിക്കുന്ന ഒരു മുഖം അത് നിങ്ങളൊന്ന് ശീലമാക്കി നോക്കുക. അതുപോലെ തന്നെയാണ് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. എൻ്റെ കാര്യം ഞാൻ എൻ്റെ കാര്യം തന്നെ നോക്കട്ടെ, എനിക്ക് എൻ്റെ കാര്യം നോക്കാനേ സമയമുള്ളൂ എന്നുള്ള സ്വാർത്ഥത വെടിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരെ കൂടി എന്തെങ്കിലും ചെറുതായ രീതിയിൽ നമുക്ക് വേണ്ട മാനസികമായിട്ടാണെങ്കിലും അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു വാക്കാണെങ്കിൽ അങ്ങനെ, പ്രവൃത്തിയാണെങ്കിൽ അങ്ങനെ, ഫിനാൻഷ്യലി ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതും വളരെ നല്ലൊരു കാര്യമാണ്. ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഒറ്റയ്ക്കിരിക്കാതെ നമ്മൾ സമൂഹവുമായിട്ട് ഒരു ഇടപഴകുന്ന ശീലം. അതായത് ഫ്രണ്ട്സ് ആകാം, ഫാമിലി, റിലേറ്റീവ്സ്, അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ. ഇപ്പോൾ ജോലി ഇല്ലാതെ വീടുകളിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെയാണ് ഏറ്റവും ഫ്രസ്ട്രേഷൻ വരുന്നത്. കാരണം രാവിലെ ആയി കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോകും, ഹസ്ബൻഡ് ജോലിക്ക് പോകും, ഇവരിങ്ങനെ ഈ ഒരു വീടിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്രസ്ട്രേഷൻ വരണേ. അപ്പം നമുക്ക് തൊട്ടടുത്താന്ന് വെച്ചാൽ പരദൂഷണവും കുറ്റവും പറയാനായിട്ടുള്ള ഒരു ഒത്തൊരുമയല്ല, അല്ലാത്ത രീതിയിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് എപ്പോഴും മിങ്കിൾ ചെയ്ത് നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുക, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുക, ഇടയ്ക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങുക, നമ്മുടേതായ കാര്യങ്ങൾക്ക് നമ്മൾ സ്കിൻ കെയർ, അതുപോലെ നമ്മളെ സെൽഫ് പാമ്പറിങ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മൾ ഹാപ്പി ആയിട്ട് വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കോർട്ടിസോളിൻ്റെ അളവ് കുറയുകയും ഹാപ്പി ഹോർമോൺസിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടുകയും ചെയ്യും. ഇതാണ് നമുക്ക് ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് തുടങ്ങി നമുക്ക് ക്ഷമശീലിക്കാൻ, അല്ലെങ്കിൽ ക്ഷമശീലിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതം ഒന്നല്ലേ ഉള്ളൂ, ഈ ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കുക, അല്ലേ? നാളത്തെ കാര്യം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ പ്രസൻറ്റിൽ ജീവിച്ചുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് എൻജോയ് ചെയ്യാം. വെറുതെ ആവശ്യമില്ലാതെ നമുക്ക് മറ്റുള്ളവരുടെ നമുക്കൊരു കാര്യം കിട്ടിയില്ല, നേടാൻ പറ്റിയില്ല എന്നൊക്കെ കരുതിക്കൊണ്ട് മറ്റുള്ളവരോട് നമുക്കൊരു വെറുപ്പ്, ദേഷ്യം, പക ഇതൊന്നും മനസ്സിൽ സൂക്ഷിക്കാതെ നമുക്ക് തന്നെയാണ് അതിൻ്റെ ദോഷമെന്ന് ഓർത്തുകൊണ്ട് അത് മാറ്റി നമുക്ക് ഇതേപോലെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. തുടർന്ന് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്